സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം ആരംഭിക്കുന്നത് ജനങ്ങളോടുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി കരുതുന്നുവെന്നും സർക്കാരിനു വേണ്ടി ഇക്കാര്യത്തിൽ മാർസ്ലീവ മെഡിസിറ്റിയെ അനുമോദിക്കുന്നുവെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പാലാ മാർസ്ലീവ മെഡിസിറ്റിയിൽ ക്യാൻസർ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി പാലാ മാർസ്ലീവ മെഡിസിറ്റിയിൽ ക്യാൻ ഹെൽപ്പ് പദ്ധതി പ്രകാരം രോഗം അതിജീവിച്ചവരുടെയും രോഗികളുടെയും സംഗമം നടത്തി. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പരിപാലന രംഗത്ത് ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ ഒരുക്കുന്ന മാർസ്ലീവ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഏറെ ഗുണകരമാകുന്നതായി മന്ത്രി പറഞ്ഞു. വളരെ ഹൃദയസ്പർശമായ ഒരു പ്രഭാഷണമാണ് അഭിമന്യ പിതാവിനെ നടത്തിയത്. മാർസ്ലീവ മെഡിസിറ്റി ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആശുപത്രി വരുന്നത്. വളരെ വിപുലമായ ഒരു സംവിധാനമാണ് പാലാ രൂപതയുടെ നേതൃത്വത്തിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ക്യാൻസർ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയേറെ അഭിമാനം തോന്നി. പ്രത്യേകിച്ച് കല്ലറങ്ങൽ പിതാവിനോട് ഞാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള നന്ദി ഈ അവസരം ഞാൻ അറിയിക്കുകയാണ്. കാരണം ലോകം മുഴുവൻ ഇന്ന് പ്രയാസപ്പെടുന്ന ഒരു മാരക വിപത്താണ് ക്യാൻസർ. ഈ ദിനത്തിൻ്റെ പ്രത്യേകത 4-ാം തീയതി 2000 വർഷത്തിൽ ഏതാണ്ട് 25 വർഷം പിന്നിടുകയാണ്. പിതാവിടെ സൂചിപ്പിച്ചു. പാരീസ് വെച്ച് നടന്ന ഒരു ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ലോക ക്യാൻസർ ദിനം തന്നെ നമ്മളിപ്പോൾ ആചരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ കഴിയും. സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം കൂടി ആരംഭിക്കുന്നത് ജനങ്ങളോടുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി കരുതുന്നുവെന്നും സർക്കാരിനു വേണ്ടി ഇക്കാര്യത്തിൽ മാർസ്ലീവ മെഡിസിറ്റിയെ അനുമോദിക്കുന്നതായും മന്ത്രി പറഞ്ഞു. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. Today we are gathered here to commemorate the World Cancer Days. Instructions and also its concerns. We have no one better than our Minister Saji Cherian as the chief guest today, as he works in the grassroots for the cancer patients and survivors. Today, as we gather on World Cancer Day, we stand united in a shared purpose. നമ്മളുടെ ഡോക്ടർ ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞു. To raise awareness, offer support and ignite hope in the face of the sickness that has touched countless lives. ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഏറ്റവും ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെയാണ് മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ മലയോര ജില്ലകളിലെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആധുനിക ചികിത്സ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന സെന്റർ സെപ്റ്റംബർ മാസത്തോടുകൂടി പ്രവർത്തനം തുടങ്ങും. ക്യാൻസർ ചികിത്സയ്ക്കുള്ള സമ്പൂർണ്ണ ചികിത്സാ കേന്ദ്രമായി ഇതോടെ മാർസ്ലീവ മെഡിസിറ്റി മാറുമെന്നും ബിഷപ്പ് പറഞ്ഞു. ഓങ്കോളജി വിഭാഗം ഹെഡും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ റോണി ബെൻസൺ ഓങ്കോളജി വകുപ്പിന്റെ പ്രവർത്തനം വിശദീകരിച്ചു. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ, ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കൊമഡോർ ഡോക്ടർ പൗളിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു. അഭിജിത്ത് ഷാജി, ജോൺ പ്രകാശ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.